ഹൃദയപൂർവം അമ്മ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയുവാനും അവയോട് നന്ദിയുടെ ഒരു മനോഭാവം പുലർത്തുവാനും സാധിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുയർന്ന വാക്കുകളാണിവ. ജീവിതാനുഭവങ്ങൾ അവ സന്തോഷകരമാണെങ്കിലും സങ്കടകരമാണെങ്കിലും ദൈവകരങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നതുകൊണ്ട് അവയ്ക്കുള്ള വലിപ്പം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സംഭവങ്ങളായി മാറുകയുള്ളൂ, വിലപ്പെട്ടതായി തീരുകയുള്ളൂ. പരിശുദ്ധ അമ്മ സാധാരണക്കാരിയായ ഒരു യുവതി. അവളുടെ ജീവിതത്തെ ദൈവം തൊട്ടത് ഒരു തിരഞ്ഞെടുപ്പ് വഴിയാണ്, രക്ഷകന്റെ അമ്മയാകുവാൻ. ഈ ദൈവിക പദ്ധതിയോട് സഹകരിക്കുക മൂലം തൻ്റെ ജീവിതം നേരിടാവുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ ആനന്ദത്തോടെ പരിശുദ്ധ അമ്മ പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന്. വിളിക്കപ്പെട്ട നമ്മുടെ കഴിവുകേടുകളെയും ബലഹീനതകളെയും കുറിച്ചോർത്ത് ആകുലപ്പെടാതെ വിളിച്ചവൻ്റെ ശക്തിയെയും ബലത്തെയും അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ വലുപ്പത്തെയും കുറിച്ചോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങളിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ചൈതന്യത്തോട് ചേരും. പരാതികൾക്ക് പകരം സ്തോത്രഗീതവും ആകുല ഹൃദയത്തിനു പകരം ശാന്തവും വിമലവുമായൊരു ഹൃദയം നമുക്കും സ്വന്തമാക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, അമ്മയുടെ ജീവിത പാഠങ്ങൾ ഞങ്ങളെയും പഠിപ്പിക്കണമേ. സുകൃതം. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഒരു ജീവിതാനുഭവത്തിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ദൈവിക ഇടപെടലിനെ തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം.